കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇങ്ങനെയൊക്കെയാണോ എന്തോ തമ്പുരാൻ അറിയാം. മഞ്ഞപ്പൊടി. അയ്യോ അപ്പച്ചി, അപ്പച്ചി ചരിത്രം തിരിച്ച് കുറിക്കും. വേണ്ട പോയിക്കോട്ടെ, ഞാൻ ഇവിടെ മൊത്തം പ്രാന്തെടുത്ത് നിൽക്കുക. ഞാനൊരു കോംപ്ലിമെന്റ് പറഞ്ഞല്ലേ. എനിക്കിപ്പോ കോംപ്ലിമെന്റ് കേൾക്കാനുള്ള സമയമില്ല. എനിക്കിവിടെ സാമ്പാറിനകത്ത് ഏത് മുളക് പൊടി ഇടണം എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ. സാമ്പാറിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇടണം. എനിക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ പൊടിക്കകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ അമ്മ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടി ഇട്, എന്ന കാര്യം കഴിയില്ലേ? നീ എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നാണോ? അപ്പുറത്തോ ഇപ്പുറത്തോ മാറി ഇരിക്കുവോ? നിനക്ക് വേറെ പഠിക്കാനൊന്നും ഇല്ലേ? ഞാനില്ലേ, അമ്മ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് എടുക്കാൻ വന്ന. ഓ, അവളുടെ അമ്മ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പണിക്ക് കയറി. അതിന്റെ പത്രാസ് കാണിക്കണം ഇപ്പൊ. എനിക്ക് പത്രാസ് ഒന്നും കാണിക്കേണ്ട അപ്പച്ചി. അപ്പൂപ്പൻ കൊണ്ടുവന്നില്ലേ മീനിന്, അതിന് ബിസ്ക്കറ്റ് കൊടുക്കാൻ. അതിനെന്തിനാ ബിസ്ക്കറ്റ്? അതിന് ബിസ്ക്കറ്റ് വേണ്ടേ? അതിന് ബിസ്ക്കറ്റ് ഒന്നും കൊടുത്തുകൂടാ. അതിന് സെപ്പറേറ്റ് അതിൻ്റെതായിട്ടുള്ള ഫുഡുണ്ട്. ആ, വിസില് വന്നു. എന്ത് ഫുഡ്? എന്ത് ഫുഡ്? അതിന് എന്തോ ഒരു ഫുഡ് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അതിന്റെ അടുത്തെങ്ങാണ്ടോ വെച്ചിട്ടുണ്ട്. അത് അച്ഛൻ കൊടുത്തോളൂ. നീ അതിനകത്ത് കൂടുതൽ പണിയാൻ നിൽക്കണ്ട, കൊല്ലരുത് അതിന്. അപ്പച്ചി പറഞ്ഞത് നന്നായി. ഞാൻ ചോറും ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ നിൽക്കായിരുന്നു. മനുഷ്യന്മാർക്ക് കഴിക്കാൻ ബിസ്ക്കറ്റും ചോറും ഇല്ല, അപ്പോഴാണ് മീനിന് ഓരോന്നിനെ കൊണ്ടുവന്ന് വെച്ചോളൂ. എന്തിനാണോ എന്തോ എന്തോ അപ്പച്ചി? എനിക്ക് അപ്പച്ചി അടുത്തത് ഇവിടെ വല്ല പെട്ടിയും പാട്ടം ഉണ്ടോ? എന്ത് മാറ്റിയേ? കുപ്പിയും പാട്ടം ഒക്കെ ഉണ്ടോ? മറ്റേ ഈ ഭരണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആക്രിക്കടയിലായിരുന്നില്ല എനിക്ക് പണി. മീനുകളെ മാറ്റാനാ. അതൊക്കെ അച്ഛൻ ചെയ്തോളൂ. മീനുമായിട്ടുള്ള എല്ലാ പരിപാടിയും അച്ഛൻ്റെതാണ്. എനിക്കറിയത്തില്ല. അപ്പച്ചി ഈ കുപ്പി എടുക്കണേ, മീനായിട്ട് ഈ കുപ്പി വെക്കടാ തിരിച്ച്. ഇവിടെ മനുഷ്യർക്ക് തട്ടി തിരിഞ്ഞ് നടക്കാൻ സ്ഥലമില്ല. അതിന്റെ ഇടയ്ക്ക് ഇനി കുപ്പിയും പാട്ടയും കൂടെ വെച്ചിട്ട് മീനിനെ വളർത്താൻ നടക്കുന്നു കുറെ എണ്ണം. അപ്പച്ചി ഈ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് മീനുകളെ ഓരോ ജനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അടിച്ച് അതുവഴി നമുക്ക് ഐശ്വര്യം കിട്ടും. അതെ, മീൻ കൊത്തിക്കൊണ്ട് വരുമല്ലോ. വെളിയിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് വെള്ളത്തിൽ കൂടെ കൊത്തിക്കൊണ്ട് വന്ന ഐശ്വര്യം നമ്മുടെ കയ്യിൽ കൊണ്ട് തരും. ജനലിൽ കൂടെ വരുന്ന ഐശ്വര്യം വെറുതെ തട്ടി തെറിപ്പിക്കല്ലേ. അതെ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് തട്ടിയാലും മറിച്ചാലും എനിക്കൊന്നും സംഭവിക്കാനില്ല. എനിക്ക് ഇവിടെ വണ്ട ചേനക്കറിയാ വലുത്. ഇറങ്ങിപ്പൊടി വേടെ ശമ്പു, നമുക്ക് ഇവിടെ നിൽക്കണം. നീ അങ്ങോട്ടാ? ആ, നീ ഇവിടെ ഇരിക്കും. എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇവിടെ ആളില്ല. മക്കളെ, നമുക്കേ 2 ചെറിയ കുപ്പി സംഘടിപ്പിക്കണം. എന്നിട്ട് ഒരു കുപ്പിക്കകത്ത് ഒരു മീൻ ഇട്ടിട്ട് ഭയങ്കര മുറി കൊണ്ടുവയ്ക്കണം. ഒരെണ്ണത്തിനകത്ത് മീൻ ഇട്ടിട്ട് നമുക്ക് ഇവിടെ TV വയ്ക്കണം. ഓക്കെ? അല്ല പൂപ്പ, ഈ മീൻ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഒന്നായില്ലേ നമ്മളെങ്ങനെ അറിയും? മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് വരും ഐശ്വര്യം വന്നെന്ന് പറഞ്ഞുകൊണ്ട്. എടാ മണ്ട, ഓരോ ദിവസം ഒരു പ്രശ്നമില്ലാണ്ട് ഐശ്വര്യത്തോടെ പോകുമ്പോ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അല്ല ചേച്ചി, ഇപ്പൊ 2 ദിവസം പ്രശ്നമൊന്നുമില്ല, നല്ല രീതിക്ക് പോയി. പക്ഷെ 3-ാമത്തെ ദിവസം പ്രശ്നം വന്നാല ഐശ്വര്യം വരുമ്പോ ഞാൻ പറയും ഐശ്വര്യം വന്നെന്ന്, കേട്ടാ? ഇപ്പൊ മിണ്ടാതെ അങ്ങോട്ട് നടക്ക്. അത് മതി, എനിക്ക് അത്ര ഉദ്ദേശമുള്ളൂ. അപ്പച്ചി ഇങ്ങോട്ടാണ്. എന്തിനാ ഇവിടെ കിടന്ന് അലറി പൊട്ടിക്കുന്നേ? അപ്പച്ചി ഇതിനകത്ത് ഇടുന്ന മീനൊക്കെ പോയി. അത് ഞാൻ വിശന്നപ്പായ അങ്ങ് വറുത്ത് കഴിച്ചു. സത്യം പറ അപ്പച്ചി, വറുത്ത് കഴിച്ചാ? ഇത്ര ചെറിയ മീൻ കഴിച്ചു പോയത്? ഞാൻ ചുമ്മാ പറഞ്ഞതാച്ചാ, ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ജോത്സ്യൻ എത്ര കാശ് മുടക്കി കൊണ്ടുവന്നാണെന്നറിയാമോ? ഇതെന്നാലും എവിടെ പോയി? നീ ചിറ്റപ്പനാവാൻ ചാൻസ് ഉണ്ടോ? സുമേഷ് എവിടെ? ആ, കണ്ടില്ല. ഇന്നത്തെ ദിവസവും ഞാൻ അവനെ കണ്ടിട്ടില്ല. ചിറ്റപ്പ നേരത്തെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ മീൻ മേടിച്ച് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ തന്നെ. അപ്പൊ ഞാനും വരുന്നു. ചിറ്റപ്പൻ അടികൊള്ളുന്ന എനിക്ക് കാണണം. രതീഷേ, അളിയ പിന്നെ എടാ, ഇന്ന് വൈകുന്നേരം ഞാൻ കരിങ്ങാച്ചറിൽ സാധനം എത്തിക്കും. ആ, ഇവിടെ പൈസ നീ മുൻകൂർ വാങ്ങിച്ചോണേ. അതെനിക്കറിയാം നീ വാങ്ങിക്കുന്നു. പക്ഷെ പൈസ മേടിക്കുന്ന പ്രത്യേകം വേറെ കാര്യം ശ്രദ്ധിക്കണം. 4000 രൂപ മേടിക്കണം. 2000 ഷിബുവിനും കൊടുക്കണം. 500 നീ എടുത്ത് 1500 എനിക്കും തരണം. എടേ 500 രൂപ പിടി, പിന്നെ നിനക്ക് തരാം. നീ സമാധാനം തഞ്ചപ്പെടുന്നു, ഇതൊന്ന് കൊടുത്ത് സെറ്റാക്കട്ട്. ആ, ശരി, ഓക്കെടാ, ഓക്കെ. ചെറുമാരി കള്ളന്മാരെ പോലെ നോക്കുന്നേ. അപ്പൊ നീ കള്ളനാണെന്ന് സമ്മതിച്ചല്ലേ? കള്ളന് സത്യം പറയട്ടപ്പാ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന മീൻ ചിറ്റപ്പനല്ലേ എടുത്താ? ഡൈനിങ് ടേബിളിൽ ഇരുന്ന മീൻ എടുത്ത് തിന്നെ ഞാൻ എന്താ പൂച്ചയോ? പൂച്ചയോ? എടാ, പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാലും അത് മറ്റുള്ളവർ കാണുമെന്ന് നീ മറക്കണ്ട കേട്ടാ. അച്ഛൻ എന്തോ പറ്റിയച്ചാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ തെളിച്ച് പറ. അലങ്കാര മത്സ്യം കാണാനില്ല, അത് ചിറ്റപ്പനെ എടുത്തെന്നാണ് അപ്പൂപ്പൻ പറയുന്നത്. അലങ്കാര മത്സ്യം കാണുന്നില്ലേ? അതോടെ പോയി
അച്ഛാ ഒരു സാധനം വീട്ടിൽ മേടിച്ചു വെച്ചാൽ അത് സൂക്ഷിക്കാൻ പഠിക്കണ്ട അച്ഛാ, അത് ഉത്തരവാദിത്ത മനോബോധം കാണിക്കണ്ട അച്ഛൻ. ഹേയ് മക്കളെ സുമേഷേ, നീ ഒരുപാടങ്ങ് അഭിനയിച്ച് കുളവാക്കല്ലേ. സത്യം പറടാ, അത് നീയല്ലടാ എടുത്തത്. അച്ഛാ എന്റെ അമ്മയാണ് സത്യം, ഞാൻ അത് എടുത്തിട്ടില്ല. അത് നിങ്ങൾ എല്ലാവരും കൂടി വേഗം കണ്ടുപിടിയല്ലേ വലിയ പുലിവാലാവുന്നത്. വലിയ അതായത് നമ്മളെ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരാനാണല്ലോ ആ മീൻ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ അത് കാണാതെ പോയി നമ്മുടെ വീട്ടിൽ കഷ്ടകാലം കൊണ്ടുവന്നാലോ. അപ്പൊ വാ ചിറ്റപ്പൻ പറയുന്ന നമുക്ക് രാകേഷ് വിളിച്ച് പറഞ്ഞിരുന്നോ? ഏയ് സുമേഷേ, നീ മര്യാദയ്ക്കുള്ള സത്യം പറ, അത് നീയല്ലേ എടുത്തത്. അച്ഛാ സത്യമായിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കച്ചാ, ഞാനൊന്നും എടുത്തിട്ടില്ല. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുന്ന സമയം ആ സമയം കൊണ്ട് അത് കണ്ടുപിടിക്കാൻ നോക്ക്. നിങ്ങൾക്ക് പറ്റുന്നില്ലേ പറ, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. നല്ലത് എന്തൊരു കഷ്ടമാണ് നോക്ക്. ഉപ്പാ, ചിറ്റപ്പൻ എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏയ് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റട്ടെ. യവനായിട്ട് ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ സൂക്ഷിക്കണം. അത് എവിടെ പോയച്ചാ, ആരെടുത്ത് കാണുന്നത്? അയ്യോ അത് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്കുള്ള സത്യം പറഞ്ഞോ. ഞാൻ എടുത്തിട്ടില്ലത്, അത് കണ്ടുപിടിച്ചില്ല. വല്ല കണ്ടുപിടിക്കണം, നമുക്കത് എല്ലാവരും ഉഷാറായിട്ട് അത് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഞാനേ രാകേഷ് ഹൗസിനൊന്ന് പോയി കാണട്ടെ. അച്ഛൻ പോണം. മീൻ കട്ടെടുത്ത് ആരാണെന്ന് പുള്ളി കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരും. എന്റെ അടുത്തൊന്ന് പറയണേ. ഓ എന്നിട്ട് ഞാൻ നിന്നെ ഒന്ന് കാണും ഞാൻ. ശരി ശരി. കേട്ടാ നമുക്ക് കണ്ടുപിടിക്കണം. എന്താ അപ്പൂപ്പൻ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. വേണേ സത്യം പറഞ്ഞു. ചിറ്റപ്പ എടുത്തെങ്കിൽ എടുത്തെന്ന് പറയില്ലേ വലിയ പുലിവാലാവും. എടുത്തിട്ടില്ല, അത് കണ്ടുപിടിക്കണം. എന്റെ കൂടെ വരുമോ? വരാം. പ്രശ്നങ്ങൾ ഗുരുതരാവും, സഹകരിക്കാൻ പറ്റുമോ? ഓക്കെ. അങ്ങോട്ട്